ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. കുരിശിൻ നിഴലിൽ തല ചായ്ച്ചനുദിനം വിശ്രമിച്ചിടുന്നടിയാൻ. കുരിശിൻ നിഴലിൽ തല ചായ്ച്ചനുദിനം വിശ്രമിച്ചിടുന്നടിയാൻ. കുരിശിൻ സ്നേഹത്തണലിൽ കൃപയൻ ശീതള നിഴലിൽ പ്രാണപ്രിയന്റെ തൃക്കഴലിൽ പ്രാണപ്രിയന്റെ തൃക്കഴലിൽ കാണുന്ന ഭയമെന്നഴലിൽ കാണുന്ന ഭയമെന്നഴലിൽ പാപഭാര ചുമടെടുത്തവശനായി തളർന്നൊരൻ ജീവിതമേ. പാവഭാര ചുമടെടുത്തവശനായി തളർന്നൊരൻ ജീവിതമേ. തളർന്നൊരൻ ജീവിത കുരിശിൻ നിഴലിൽ ശാന്തി കണ്ടതിനാൽ തളരാതിനി വാനവിരിവിൽ തളരാതിനി വാനവിരിവിൽ ചിറകടിച്ചുയർന്നിടം വിരവിൽ ചിറകടിച്ചുയർന്നിടം വിരവിൽ കുരിശിൻ നിഴലിൽ തല ചായ്ച്ചനുദിനം വിശ്രമിച്ചിടുന്നടിയാ. ദൈവത്തിന് സ്തോത്രം. കുരിശിൻ നിഴലിൽ തല ചായ്ച്ച് ഞാൻ വിശ്രമിക്കുകയാണ്. പാപത്തിൻ്റെ ഭാരവുമായി ഞാൻ കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുകയാണ്. കർത്താവേ, ഞാനിവിടെ എഴുന്നേൽക്കുന്നതിന് മുൻപ് ഈ പാപഭാരങ്ങളെല്ലാം എന്നിൽ നിന്ന് കത്തിച്ച് കളഞ്ഞ്, ചുമടെല്ലാം എന്നിൽ നിന്ന് കത്തിച്ച് കളഞ്ഞ് എന്നെ സ്വതന്ത്രനാക്കണമേ. ഈ സ്വാതന്ത്ര്യം തരണമേ. സ്വതന്ത്രനായി എന്നുകൊണ്ട് ഇതിനെ സ്തുതിപ്പാൻ കൃപ തരണമേ. കർത്താവേ, ഇതിൻ്റെ നാമത്തെ സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. ജയിലിൽ അടച്ചിരിക്കുന്നു, ആത്മാവ് കാരാഗ്രഹത്തിലാണ്, ബന്ധനങ്ങളുണ്ട്. കർത്താവേ, ബന്ധനങ്ങളെല്ലാം എല്ലാം കത്തിച്ച് കളയണമേ. നാഥാ, ഇന്ന് നീ എന്നോട് സംസാരിക്കണമേ. നമുക്ക് വായിക്കാം സങ്കീർത്തനം 102 സങ്കീർത്തനം 4 വാക്യം അത് വായിക്കാം. എൻ്റെ ഹൃദയം അരിഞ്ഞ പുല്ലുപോലെ ഉണങ്ങിയിരിക്കുന്നു, ഞാൻ ഭക്ഷണം കഴിപ്പാൻ മറന്നുപോകുന്നു. എൻ്റെ ഞരക്കത്തിൻ്റെ ഒച്ച നിമിത്തം എൻ്റെ അസ്ഥികൾ മാംസത്തോട് പറ്റുന്നു. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു. മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു. ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ. ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ തന്നെ ഞാൻ ഉറക്കളച്ചിരിക്കുന്നു. ഞാൻ ഉറക്കളച്ചിരിക്കുന്നു. വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെയാകുന്നു. വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെയാകുന്നു. എൻ്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നെ നിന്ദിക്കുന്നു. എൻ്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നെ നിന്ദിക്കുന്നു. എന്നോട് ചീറുന്നവർ എൻ്റെ പേര് ചൊല്ലി ശപിക്കുന്നു. എന്നോട് ചീറുന്നവർ എൻ്റെ പേര് ചൊല്ലി ശപിക്കുന്നു. ഞാൻ അപ്പം പോലെ ചാരം തിന്നുന്നു. ഞാൻ വെണ്ണീറിലിരിക്കുന്നു, ഞാൻ ചാരത്തിലിരിക്കുന്നു, ഞാൻ അപ്പം പോലെ ചാരം തിന്നുന്നു. എൻ്റെ പാനീയത്തിൽ കണ്ണുനീർ കലക്കുന്നു. കുടിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകി ഞാൻ കുടിക്കുന്ന പാനീയത്തിൽ വരുന്നു. എൻ്റെ പാനീയത്തിൽ, എൻ്റെ കർത്താവേ, എൻ്റെ പാനീയത്തിൽ കണ്ണുനീർ കലക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വലിയ ഭാരത്തോടെ, ഏകാഗ്രതയോടെ, എനിക്ക് ആരുമില്ലല്ലോ എന്ന് കരഞ്ഞുകൊണ്ട് സംഘത്തിനക്കാരൻ പറയുകയാണ്, പാടുകയാണ്. കർത്താവേ, ഞാൻ വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെയാകുന്നു. എൻ്റെ കർത്താവേ, ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാകുന്നു. ഒരിറ്റ് മഴത്തുള്ളിക്ക് വേണ്ടി ഞാൻ കൊതിക്കുന്നു, ദാഹിക്കുന്നു, കിട്ടുന്നില്ല. മരുഭൂമിയിലെ വേഴാമ്പൽ പോലെ ഞാൻ വെള്ളത്തിന് വേണ്ടി, മഴവെള്ളത്തിന് വേണ്ടി കാക്ഷിക്കുന്നു, കിട്ടുന്നില്ല. കർത്താവേ, ഒരിറ്റ് ആശ്വാസത്തിന് വേണ്ടി ഞാൻ കൊതിക്കുന്നു, കിട്ടുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൻ്റെ ആരംഭകാലം മുതലേ ദുരിതമാണ്. ദുരിതവും യാതനയും വേദനയുമാണ്. വലഞ്ഞു പോകുകയാണ് ഞാൻ. കർത്താവേ, നീ എൻ്റെ മനസ്സിലെയ്യണമേ. ഞാൻ ഏകാഗിയായിരിക്കുന്നു, എനിക്ക് ആരുമില്ല. 25 സങ്കീർത്തനം നോക്കാം. 25 സങ്കീർത്തനത്തിൽ ഇത് തന്നെ നമുക്ക് കാണാം. 25 സങ്കീർത്തനം 16 വാക്യം. എങ്കലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ, ഞാൻ ഏകാഗിയും അരിഷ്ടനുമാകുന്നു. എങ്കലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ, ഞാൻ ഏകാഗിയും അരിഷ്ടനുമായിരിക്കുന്നു. എനിക്ക് മനപ്പീഡകൾ വർദ്ധിച്ചിരിക്കുന്നു. എന്റെ സങ്കടങ്ങളിൽ തന്നെ വിടുവിക്കണമേ. എന്റെ സങ്കടങ്ങളിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. എന്റെ അരിഷ്ടതയും അതിവേദനയും നോക്കണമേ. എന്റെ സകല പാപങ്ങളും ക്ഷമിക്കണമേ. സംഘക്കാരിൽ നിന്ന് കരയുകയാണ്, കർത്താവേ, എനിക്ക് മനപ്പീഡകൾ വർദ്ധിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ധാരാളം മനപ്പീഡകൾ വർദ്ധിച്ചിരിക്കുന്നു. എങ്കിലേക്ക് തിരിഞ്ഞ് എന്നോട് കരുണയുണ്ടാകണമേ.
നാം പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എങ്കിലേക്ക് തിരിയണം, എനിക്ക് ആരുമില്ല. മരുഭൂമിയിൽ ഏഴാമ്പൽ പോലെയാകുന്നു, വീട്ടിൻ മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകിൽ പോലെയാകുന്നു, എനിക്ക് ആരുമില്ല, ഏകാഗിയായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തിയതിന് ശേഷം പത്മോസ് ദ്വീപിൽ ഏകനായിരിക്കുകയായിരുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലെ ഭാഗം നാം ഇതിനു പോലൊന്ന് ചിന്തിച്ചതാണ്. ഏകാഗിയായി പത്മോസ് ദ്വീപിലിരിക്കുകയായിരുന്നു. പത്മോസിൽ ഏകാഗിയായിരിക്കുമ്പോൾ അപ്പോൾ പലതരം ചിന്തകൾ മനസ്സിൽ കൂടെ കടന്നു പോകുന്നു. എൻ്റെ കർത്താവേ, ഞാൻ എൻ്റെ സഹശിഷ്യന്മാരെ പോലെ, കർത്താവിന് മറ്റ് ശിഷ്യന്മാരെ പോലെ ഞാനങ്ങ് രക്തസാക്ഷിയായി മരിച്ചാൽ മതിയായിരുന്നു. ഞാനൊരാൾ മാത്രം മരിക്കാതെ ജീവിച്ചിരിക്കുന്നത് എന്തിനാണ്? ഒറ്റവെട്ടിനെ കൊന്നുകളഞ്ഞാൽ മതിയായിരുന്നു. എന്തൊരു ദുരിതം പിടിച്ച ജീവിതം. ഇവിടെ ഏകാഗിയായി ഞാൻ ഈ പാറക്കെട്ടുകളുള്ള ഈ പത്മോസിൽ ഞാൻ ഇരിക്കുന്നു. പാറക്കെട്ടുകളിൽ വെള്ളം വന്ന് ആഞ്ഞടിക്കുമ്പോൾ, തിരമാല വന്ന് ആഞ്ഞടിക്കുമ്പോൾ കേൾക്കുന്ന ആ ഗംഭീരമായ ആരവം, ശബ്ദം, അത് എൻ്റെ മനസ്സിനെ തകർക്കുന്നു. എൻ്റെ കർത്താവേ, എനിക്ക് വയ്യല്ലോ, എനിക്കിത് നേരിടാൻ കഴിവില്ലല്ലോ. അവിടെ അപ്പോസ്തലനായ യോഹന്നാനിരുന്ന് കരയുകയാണ്, വിഷമിക്കുകയാണ്, ഏകാഗിയായിരിക്കുകയാണ്, ആരുമില്ല. മറ്റേ കൂട്ടാളികളുള്ള കാലം ഉണ്ടായിരുന്നു, യേശുവുണ്ട്, കൂട്ടാളികളുണ്ട്, നല്ല കാലമായിരുന്നു. കർത്താവിൻ്റെ കൂടെ നടന്ന നല്ല കാലമായിരുന്നു. ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ അന്ന് യോഹന്നാനോടെയുണ്ട്. അന്ന് യായിറോസിനെ ഉയർപ്പിച്ചപ്പോൾ ആ മുറിയിലേക്ക് കർത്താവ് യോഹന്നാനെയും യാക്കോബിനെയും പത്രോസിനെയും കൂട്ടിക്കൊണ്ടുപോയി. അവർ മാത്രമുണ്ട്. യോഹന്നാൻ ഓർക്കുകയാണ്, അന്ന് വിധവയുടെ മകനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ ആ ശവമഞ്ചത്തിൽ കർത്താവ് തൊടുമ്പോൾ അന്ന് യോഹന്നാനും പത്രോസും യാക്കോബും മറ്റ് ശിഷ്യന്മാരും ഉണ്ട്, എല്ലാവരും ചേർന്ന് നിൽക്കുകയാണ്. അന്ന് എല്ലാവരും ഉണ്ട്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കായിപ്പോയല്ലോ, ആരുമില്ലല്ലോ, എനിക്ക് ഒരു നല്ല വാക്ക് പറഞ്ഞ് കേൾക്കാൻ ആരുമില്ലല്ലോ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ പട്ടിണി കിടന്ന് ആ ഉയരെ പറക്കുന്ന കഴുകന്മാരുടെ ഭക്ഷണമായിത്തീരുന്ന എന്നാണ്. അങ്ങനെ ഭാരത്തോടെ വിഷമിച്ചിരിക്കുമ്പോൾ ഒരു ശബ്ദം കേട്ടു. എന്താണ്? നിങ്ങളുടെ സഹോദരനും യേശുവിൻ്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിൻ്റെ സാക്ഷ്യവും നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. ദൈവവചനത്തിൻ്റെ സാക്ഷ്യം പറഞ്ഞതുകൊണ്ടും ഞാൻ കർത്താവെ അതിൻ്റെ സാക്ഷിയായി നിന്നതുകൊണ്ടും ഞാൻ ദൈവവചനം പ്രസ്താവിച്ചതുകൊണ്ടും ഞാനിപ്പോൾ പത്മോസ് ദ്വീപിൽ ഏകാഗിയായിട്ട് അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. ഞായറാഴ്ച ദിവസം, കറുത്ത ദിവസം, അന്ന് പെട്ടെന്ന് എനിക്ക് ആത്മാവിൻ്റെ ഒരു വിവശത വന്നു. ഞാൻ ആത്മവിവശനായി. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി എഫേസോസ്, സ്മുർന്ന, പെർഗമോസ്, തുയത്തൈര, സർദീസ്, ഫിലദൽഫിയ, ലവോദീക്ക എന്ന 7 സഭകൾക്കും അയക്കുക എന്നിങ്ങനെ കാഹളത്തിനൊത്ത ഒരു മഹാനാദം എൻ്റെ പുറകിൽ കേട്ടു. ഒരു മഹാനാദം പിറകിൽ കേട്ടു. ദൈവത്തിന് സ്തോത്രം. മഹാനാദം കേട്ടു. തകർന്നിരിക്കുന്ന ഹൃദയത്തിലേക്ക് ഈ മഹാനാദം കേൾക്കുമ്പോൾ സമാധാനം ഉണ്ടാകും. അപ്പോസ്തലൻ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു മഹാനാദം കേട്ടു. ഞാൻ നിന്നോട് പറയുന്നത് നീ എഴുതുക, അത് നീ ആ സഭകൾക്ക് അയക്കുക. ഏഷ്യ മൈനറിലുള്ള 7 സഭകൾ, എഫേസോസ് സഭ, സ്മുർന്ന സഭ, പെർഗമോസ് സഭ, തുയത്തൈര സഭ, സർദീസ് സഭ, ഫിലദൽഫിയ സഭ, ലവോദിക്ക സഭ, ഈ 7 സഭകൾക്കും ഞാൻ നിനക്ക് തരുന്ന ദൂതുകൾ നീ എഴുതി അറിയിക്കുക, അവർക്ക് അയച്ചു കൊടുക്കുക. നീ അവ എഴുതുക, ഞാൻ തരുന്നതെല്ലാം എഴുതി വയ്ക്കുക. ദൈവത്തിന് സ്തോത്രം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് പത്മോസ് ദ്വീപിൽ ഏകനായിരിക്കുന്ന അപ്പോസ്തലന് ഒരു ജോലി കിട്ടുകയാണ്, ഒരു ഉദ്യോഗം കിട്ടുകയാണ്. കർത്താവ് പറയും നീ എഴുതുക എന്ന് പറയുന്നു. സ്തോത്രം. ഇന്ന് ഇത് ഞാൻ പറയാൻ തുടങ്ങുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. നിങ്ങൾ ഓരോരുത്തരെ കുറിച്ചും കർത്താവിന് ചില ഉദ്ദേശങ്ങളുണ്ട്. കർത്താവ് ചിലത് നിങ്ങളോട് ചെയ്യാൻ പറയുന്നു. എന്താണ്? നിങ്ങൾ ചില ജോലികൾ ചെയ്യാൻ പറയുന്നു. എന്ത് ജോലിയാണ് ചെയ്യുന്നത്? നിങ്ങൾ അലസരായിരിക്കരുത്. നിങ്ങൾക്ക് ദൈവത്തിന് വേല ചെയ്യാനുള്ള അവസരം തരികയാണ്. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള അവസരം തരികയാണ്. അനേകർക്ക് വചനം കൊടുക്കാനുള്ള അവസരം തരികയാണ്. നീ എഴുതി വയ്ക്കുക, അത് അനേക സഭകൾക്ക് അയക്കുക. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, വചനം കേട്ടു. വചനം കേട്ടപ്പോൾ തിരിഞ്ഞു. വായിക്കാം. എന്നോട് സംസാരിച്ച നാദം എന്തായെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. വചനം കേട്ടപ്പോൾ തിരിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഏകാഗിയായിരിക്കുന്ന അപ്പോസ്തലന് വചനം ശബ്ദം കേട്ടു. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ശബ്ദം കേട്ടു. ആരാണ് ഈ ശബ്ദിക്കുന്നത്? അപ്പോസ്തലന് മനസ്സിലായി. ആ ശബ്ദം കേട്ടു, മനസ്സിലായില്ല ആരാണ് ഈ ശബ്ദിക്കുന്നത്. വലിയ ശബ്ദമാണല്ലോ. പണ്ട് യേശുവിന് ശബ്ദം കേട്ടിട്ടുണ്ട്. അന്നെല്ലാം ആ ശബ്ദം വളരെ സൗമ്യമായ മൃദുലമായ ശബ്ദമാണ്. അന്ന് വിധവയുടെ മകനെ ശവമഞ്ചത്തിൽ വെച്ചുകൊണ്ട് പോകുമ്പോൾ ആ വിധവയോട് കർത്താവ് പറഞ്ഞു കരയേണ്ട എന്ന്. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം മഗ്ദലേന മറിയാൻ പറഞ്ഞു നീ കരയുന്നത് എന്ത് എന്ന്. കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം സ്ത്രീമാരോട് പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുകയെന്ന് പറഞ്ഞ അവരുടെ കയ്യിൽ ഊതി. മൃദുല ശബ്ദമാണെന്നല്ല. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ ഒരു ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞു. മൃദുല ശബ്ദമാണ്, മനോഹരമായ ശബ്ദമാണ്, ശാന്ത ശബ്ദമാണ്. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലുള്ള മഹാശബ്ദമാണ്. തിരിഞ്ഞു. അത് ശബ്ദം ഒന്ന് കാണാൻ ഞാൻ തിരിഞ്ഞു.
അടുത്ത് തിരിഞ്ഞപ്പോൾ 7 പൊൻ നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. ദൈവത്തിന് സ്തോത്രം. തിരിഞ്ഞപ്പോൾ കണ്ടു. ഓ, തേജോമയനായ യേശുവിനെ കണ്ടു. പ്രിയപ്പെട്ടവരെ, തേജോമയനായ യേശുവിനെ കണ്ടു. നിങ്ങളിന്ന് തിരിഞ്ഞാൽ നിങ്ങൾ യേശുവിനെ കാണും. നിങ്ങളുടെ മനസ്സ് തിരിഞ്ഞാൽ നിങ്ങൾ യേശുവിനെ കാണും. നിങ്ങളുടെ മനസ്സൊന്ന് തിരിഞ്ഞാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതിയൊന്ന് മാറ്റിയാൽ മതി. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോയ പാപങ്ങളെ ഓർത്തൊന്ന് നെടുവീർപ്പിട്ടാൽ മതി. കർത്താവേ, തെറ്റുപറ്റിപ്പോയല്ലോ, കഴിഞ്ഞ കാലങ്ങൾ പാഴാക്കി കളഞ്ഞല്ലോ, നഷ്ടപ്പെടുത്തി കളഞ്ഞല്ലോ, നല്ല നല്ല സുന്ദരമായ കാലങ്ങളുണ്ടായിരുന്നു, എല്ലാം നഷ്ടപ്പെടുത്തിയല്ലോ. ഈ ഒരു ചിന്ത, അനുതാപത്തിൻ്റെ ചിന്ത വന്ന് വേദനയോടെ എൻ്റെ കർത്താവേ എന്നെ ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് നിങ്ങൾ പറയുമ്പോൾ അപ്പോൾ കേൾക്കാം ഈ ശബ്ദം. നിങ്ങളോട് സംസാരിക്കുന്ന ശബ്ദങ്ങൾ കേൾക്കാം. കഴിഞ്ഞ കാലങ്ങൾ വഷളായി പോയെങ്കിലും, കഴിഞ്ഞ കാലങ്ങൾ തിന്മയായി പോയെങ്കിലും, കഴിഞ്ഞ കാലങ്ങൾ അശുദ്ധിയിൽ വീണുപോയെങ്കിലും, കഴിഞ്ഞ കാലങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും ഇരയായി പോയെങ്കിലും, കഴിഞ്ഞ കാലങ്ങൾ ചീത്ത പടങ്ങൾക്കും ചീത്ത ചിത്രങ്ങൾക്കും വേണ്ടി ജീവിതം കളഞ്ഞെങ്കിലും, കഴിഞ്ഞ കാലങ്ങളിൽ ദുശ്ശീലങ്ങൾക്ക് അടിമയായി പോയെങ്കിലും, ഇപ്പോൾ കർത്താവ് പറയുന്നു, മകനെ തിരിയുക, തിരിയുക. യോഹന്നാൻ ശ്ലീഹ തിരിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. തിരിഞ്ഞാൽ കാണാം. ഇതുവരെ പോകുന്ന പോക്ക് ഒന്ന് തിരിയുന്നു. ഇതുവരെ പോകുന്ന പോക്ക് അത് വഴക്കിൻ്റെ പോക്കാണ്, അത് ഭിന്നതയുടെ പോക്കാണ്, അത് പിണക്കത്തിൻ്റെ പോക്കാണ്, അത് പരസ്പര വൈരാഗ്യമായിരുന്നു. വീട്ടിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസവും വഴക്കുമായിരുന്നു. വീട്ടിൽ പലപ്പോഴും ഭാര്യ പറയുന്നത് ഭർത്താവിന് ഇഷ്ടപ്പെടുന്നില്ല, ഭർത്താവ് ചെയ്യുന്നത് ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഐക്യം നഷ്ടപ്പെട്ടു പോയിരുന്നു. കുടുംബത്തിൽ ഐക്യം പോയി. എന്നും തർക്കമാണ്. കിടപ്പുമുറി കോടതി മുറിയാണെന്ന് ആരോ പറഞ്ഞതുപോലെ കിടപ്പുമുറി കോടതി മുറി പോലെ തർക്ക വിതർക്കങ്ങളാണ്. വളരെ സ്നേഹമായിട്ട് സംസാരിച്ച് തുടങ്ങിയാലും അവസാനം വഴക്കിലേ കലാശിക്കൂ. ആയിരുന്നില്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു? കോപത്തിൻ്റെ ഭ്രാന്ത് പിടിച്ച ജീവിതമല്ലായിരുന്നോ? കോപത്തിൻ്റെ ഭ്രാന്ത് ഇന്ന് അനേകരുടെ ജീവിതത്തിൽ നിന്നിരിക്കുന്ന ഒരു വലിയ ഭ്രാന്താണ് കോപഭ്രാന്ത്. കഴിഞ്ഞ കാലങ്ങളിൽ പാഴായി പോയ കാലങ്ങളിൽ തിരിഞ്ഞ് നോക്കുമ്പോൾ അഹങ്കാരത്തിൻ്റെ ഭ്രാന്ത്, ഹുങ്കിൻ്റെ ഭ്രാന്ത്, അഹംഭാവത്തിൻ്റെ ഭ്രാന്ത്, അഹങ്കാരം വന്നു. എനിക്ക് ഏതാണ്ടെല്ലാം ആണെന്നുള്ളൊരു തോന്നൽ വന്നു. എനിക്ക് കുറേ രൂപയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വന്നാൽ ആരോഗ്യമുണ്ട് എന്നൊരു തോന്നൽ വന്നു. ഇന്ന് ഒരു ജോലി കിട്ടിയപ്പോൾ അതിൻ്റെ ഭ്രാന്ത്, ജോലിയിലെ ഭ്രാന്ത് എന്ന് വെച്ചാൽ ഞാനങ്ങ് നേടിപ്പോയി എന്നാണ്. എത്ര കാലം ആർക്കറിയാം? ദൈവത്തിന് സ്തോത്രം. എത്ര കാലം. ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു മെസ്സേജ് കിട്ടി. ഒരാൾ വിളിച്ചു, സാറേ നല്ല ജോലിയായിരുന്നു ഇവിടെ മസ്കറ്റിൽ, നല്ല ജോലിയായിരുന്നു, നല്ല ശമ്പളം ഉണ്ടായിരുന്നു, എനിക്കും ഭാര്യയ്ക്ക് ജോലിയായിരുന്നു, പക്ഷേ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. എന്താ കാര്യം? സാറേ പ്രത്യേക കാര്യമൊന്നുമില്ല, ജോലിക്കാരുടെ എണ്ണം കുറയ്ക്കാനായിട്ട് അവിടെ കമ്പനി നിശ്ചയിച്ചു. ഇത്രയേ ഉള്ളൂ കാര്യം. കാര്യം വളരെ നിസ്സാരം. ആളെ പിരിച്ചു വിട്ടു. സാറേ ഇനി ഞാൻ നാട്ടിലേക്ക് പോയിട്ട് എൻ്റെ ഭാര്യയെ മാത്രം ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ, അവളും പോരട്ടെ വിചാരിച്ചു. മക്കളും ഭാര്യയുമായിട്ട് അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. ദൈവത്തിന് സ്തോത്രം. അഹങ്കാരത്തിൻ്റെ ഭ്രാന്ത്, പള്ളിഭ്രാന്തുകളുണ്ട്, പള്ളി പിടിക്കാനുള്ള ഭ്രാന്ത്. എന്തൊരു കഷ്ടം. സുറിയാനിക്കാർ പള്ളിഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് അറിയാമോ? ഭാഗ്യവശാൽ എനിക്ക് അല്ല, നമ്മുടെ കൂട്ടായ്മയ്ക്ക് യാതൊരു കക്ഷി സ്പിരിറ്റുമില്ല. ഏതെങ്കിലും സഭയുടെ വക്താക്കളല്ല ഞങ്ങൾ. ഒരിക്കലും ഒരു കക്ഷിയിലും ചേരുകയില്ല, ഒരു വഴക്കിനുണ്ടാവുകയില്ല, അഭിപ്രായ വ്യത്യാസത്തിന് പോവുകയില്ല. മലങ്കര സഭയിൽ ആദ്യമായിട്ട് രണ്ട് ഭാഗവും ഒത്തുചേർന്ന് ഒരുമിച്ച് സംസാരിച്ച് പങ്കുവെച്ച് പിരിഞ്ഞത് ഞങ്ങളുടെ വലമ്പൂർ പള്ളിയാണ്. സ്നേഹമാണ്, ഐക്യമാണ്. വലമ്പൂർ പള്ളിയിൽ ഞാൻ ചേർന്ന് നിൽക്കുന്നത് ഓർത്തഡോക്സ് പള്ളിയിലാണ്. എൻ്റെ കാരണന്മാരാണ് പള്ളി പണിയിച്ചത്. ആ പള്ളിയിൽ നിന്ന് ക്രിസ്മസ് കരോളിന് വരും, അതുപോലെ തന്നെ പാത്രീസ് ഭാഗത്തു നിന്നും ക്രിസ്മസ് കരോളിന് എൻ്റെ വീട്ടിൽ വരും, എൻ്റെ വീട്ടിൽ മാത്രം വരും. കാരണം അവർക്ക് മനസ്സിലായി എനിക്ക് കക്ഷിഭേദമില്ലെന്ന്. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു കക്ഷി ഭ്രാന്ത്, വെറുതെ ഭ്രാന്ത് പിടിച്ച് എന്തിനു ഓടണം നാം എന്തിനാ ഈ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി വഴക്കടിക്കണം? എന്തിന്? ഇത് വല്ലതും സ്വർഗ്ഗരാജ്യത്തിലേക്ക് പ്രയോജനപ്പെടുന്നതാണോ? കോപഭ്രാന്ത്, കക്ഷിഭ്രാന്ത്, അഹങ്കാരഭ്രാന്ത്, അങ്ങനെ അനേകതരം ഭ്രാന്തുകൾ. മദ്യപാനികളുടെ ഭ്രാന്ത്, സുബോധമില്ലാത്ത ഭ്രാന്ത്, കഞ്ചാവടിക്കുന്നവരുടെ ഭ്രാന്ത്. ഒരു ചെറുപ്പക്കാരനെ എനിക്കറിയാം, അവൻ മരിച്ചുപോയി. നല്ല കോമളനായ യുവാവ് 22ാമത്തെ വയസ്സിൽ അവൻ മരിച്ചു. അവൻ്റെ എറണാകുളം മഹാരാജ് കോളേജിൽ പഠിക്കുമ്പോൾ അവൻ നല്ല സമർത്ഥനായി പഠിച്ചു വരുന്ന കുട്ടിയായിരുന്നു. നല്ല മാർക്കുണ്ടായിരുന്നു. പ്രീ ഡിഗ്രിക്ക് നല്ല മാർക്കോടുകൂടിയാണ് അവൻ BCom ചേർന്നത്. BCom സംഭവിച്ചതെന്നറിയാമോ? അവന് കഞ്ചാവ് വലിച്ചു.
കഞ്ചാവ് അവൻ്റെ കൂട്ടുകാരെ പിടിച്ചുകൊണ്ട് നിർബന്ധിച്ച് വലിപ്പിച്ചു. അവൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അവരവനെ വലിപ്പിച്ചു. പറ്റിപ്പോയി, അപകടം പറ്റിപ്പോയി. പിന്നെ അത് നിരന്തരമായി ദിവസേന വലിച്ച് അവനത് കൂടിയേ കഴിയുമെന്നായി. അവൻ അപ്പനെ തല്ലാൻ ചെല്ലുന്നു. ഞാൻ രസത്തിൽ അവൻ്റെ അപ്പനോട് പറഞ്ഞു, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ വാതിൽ അകത്തുനിന്ന് കുറ്റിയിട്ടിട്ട് വേണം കിടക്കാൻ, കാരണം സുബോധം പോയിരിക്കുകയാണ്. മോനെ പേടിച്ച് വാതിൽ കുറ്റിയിട്ട് കിടക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരൻ കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ സൈക്യാട്രി വിങ്ങിൽ ചികിത്സിച്ചു. പൈങ്കുളം മാനസികാശുപത്രിയിൽ ചികിത്സിച്ചു. അതിനുശേഷം ഒടുക്കൽ ഞാൻ അവനെ കാണുന്നത് എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിൽ വെച്ചാണ്. അവനെ കാണാൻ തന്നെയാണ് ഞാൻ പോയത്. ദൈവത്തിന് സ്തോത്രം. അവൻ വളരെ ശാന്തമായിട്ട് സംസാരിച്ചു. അവൻ പറഞ്ഞു, സാറേ എനിക്കിപ്പോൾ ഓർമ്മകേടൊന്നുമില്ല, ഈ പ്രയാസങ്ങളൊന്നുമില്ല, എല്ലാം എനിക്ക് നന്നായിട്ട് പോകുന്നു, കുഴപ്പമില്ല. പക്ഷേ അവനെ ചികിത്സിച്ച ഡോക്ടർ പോൾ പുത്തൂരാൻ എന്നോട് പറഞ്ഞിരുന്നു അവൻ്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ടിരിക്കുന്നതെന്ന്. ഞാൻ അവൻ പറഞ്ഞതെല്ലാം കേട്ടു. സന്തോഷമായി ഞങ്ങൾ പിരിഞ്ഞു. പിന്നെ 3-ാം ദിവസം എനിക്ക് ഫോൺ കോൾ കിട്ടി, അവൻ മരിച്ചുപോയി എന്ന്. കഞ്ചാവിൻ്റെ ഉപയോഗം കൊണ്ട് മാത്രം. ഭ്രാന്ത് പിടിച്ച് ചെറുപ്പക്കാർ ഓടുകയാണ്, ദുശ്ശീലങ്ങളുടെ പുറകെ ഓടുകയാണ്, കൊള്ളരുതായ്മയുടെ പുറകെ ഓടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഓർത്തു നോക്കൂ, കഴിഞ്ഞ കാല ജീവിതത്തിലെ പാപങ്ങൾ എന്തെല്ലാമായിരുന്നു. പാഴായിപ്പോയ ജീവിതങ്ങൾ, വിലപ്പെട്ട സമയങ്ങൾ പാഴാക്കി കളഞ്ഞില്ലേ? സത്യമായും വചനം കിട്ടുന്നൊരു കൂട്ടായ്മ വിട്ട് വേറെ കൂട്ടായ്മയിലേക്ക് പോയി ജീവിതം തകർത്ത് കളഞ്ഞില്ലേ? സ്വന്തമായിട്ട് എനിക്കൊരു കൂട്ടായ്മ വേണം, എൻ്റെ പ്രസംഗം എല്ലാവരും കേൾക്കണം, ഞാനാണ് യോഗം നടത്തേണ്ടത് എന്ന ചിന്ത കൊണ്ട്, അഹങ്കാരം കൊണ്ട് വേറെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തിയ സമയങ്ങളിൽ എല്ലാം പാഴായിപ്പോയി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കൂ, ഓരോരുത്തരും മനസ്സിലാക്കൂ, നിങ്ങൾക്ക് ദൈവം കൃപ ചെയ്ത് ഒരു അനുഗ്രഹീതമായ ഒരു കൂട്ടായ്മ തന്നിട്ടുണ്ട്. ആ കൂട്ടായ്മയിൽ വന്നിരുന്ന് വചനം കേൾക്കുക, വചനപ്രകാരം ജീവിക്കുക. കുറഞ്ഞത് കിട്ടുന്ന വചനമനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾ ഭാഗ്യശാലികളായിത്തീരും. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലൻ തിരിഞ്ഞപ്പോൾ കണ്ടു. എന്താ കണ്ടത്? അതാ വലിയൊരു കാഴ്ചയാണ്, തേജോമയമായ കാഴ്ച. മുൾമുടിയേറ്റ് കടന്നുപോയ കർത്താവായ യേശു ക്രിസ്തു രാജകിരീടം ചൂടി വരുന്നു. അവൻ്റെ മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുന്നു. അവൻ്റെ കാല് ഉലയിൽ ചുട്ടുപൊഴിച്ച വെള്ളോട്ടിന് സദൃശമായ കാലുകൾ. അവൻ്റെ കയ്യിൽ 7 വൻ നക്ഷത്രങ്ങൾ. അവൻ 7 നക്ഷത്രങ്ങളുടെ മധ്യതയെ നടക്കുന്നു. എന്താണ് ഈ പറയുന്നത്? തേജോമയനായ യേശുവിനെ കണ്ടു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കിന്ന് ഒരു മനംതിരിവ് കിട്ടിയാൽ ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടെത്തും. അക്ഷരീയമായ രൂപം കാണുമെന്നല്ല ഞാൻ പറഞ്ഞത്, കാണണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ആത്മാവിൽ ക്രിസ്തുവിനെ കിട്ടും. ആത്മാവിൽ ക്രിസ്തുവിനെ നിങ്ങൾക്ക് അരികത്ത് കിട്ടും. ഉള്ളു തുറന്ന് പറയാൻ പറ്റും. ചോദിക്കട്ടെ, നിങ്ങളെപ്പോഴെങ്കിലും ഉള്ളു തുറന്ന് വേറെ ആരും കേൾക്കാതെ യേശുവിനോട് സംസാരിക്കാറുണ്ടോ? യേശുവിനോട് ഉള്ളു തുറന്ന് നിങ്ങൾ എണ്ണി കാര്യങ്ങൾ പറയാറുണ്ടോ? അതൊരു ഭാഗ്യാനുഭവമാണ്. യേശുവിനോട് തുറന്നു പറയുന്നു. കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഭാരങ്ങളെല്ലാം തുറന്നു പറയുന്നു. നിങ്ങളുടെ ആകുലങ്ങളെല്ലാം തുറന്നു പറയുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം തുറന്നു പറയുന്നു. നിങ്ങൾ വേദനിക്കുന്ന വിഷയങ്ങളെല്ലാം തുറന്നു പറയുന്നു. രോഗത്തിൻ്റെ കാര്യങ്ങൾ തുറന്നു പറയുന്നു. നിങ്ങൾക്ക് നേരിടുന്നതായ അനേകം പ്രതിസന്ധികളുടെ കാര്യം തുറന്നു പറയുന്നു. എല്ലാം ക്രിസ്തുവിനോട് തുറന്നു പറയുകയാണ്. പറഞ്ഞു വരുമ്പോൾ ആ ക്രിസ്തുവിൻ്റെ കരം നിങ്ങളെ തലോട് നിങ്ങൾ അനുഭവിക്കുകയാണ്. അതാണ് ക്രിസ്തീയ ജീവിതം. ആ സ്നേഹാർദ്രമായ കരങ്ങൾ നിങ്ങളുടെ കണ്ണീര് തുടച്ചു തരുന്നു. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഭാരപ്പെട്ട് ഞരങ്ങിയാണെന്നിരിക്കുന്നത്. പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഭാരമാണ്. എന്തുവേണ്ടി കർത്താവേ, എനിക്ക് മുന്നോട്ട് ഒരു ഗതി കിട്ടുന്നില്ലല്ലോ എന്നാണ് നിങ്ങൾ പറയുന്നത്. എന്നാൽ കർത്താവ് നിങ്ങൾ അരികത്തേക്ക് വന്ന് നിങ്ങൾക്ക് കർത്താവിൽ തൃക്കരം കൊണ്ട് നിങ്ങളെ സ്പർശിച്ച് കണ്ണുനീര് തുടച്ചു തരുന്നു. തലമേൽ കൈവച്ച് അനുഗ്രഹിക്കുന്നു. പുറം തലോടി തടവി തരുന്നു. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ രൂപം കണ്ടു, കർത്താവിനെ കണ്ടു. സ്തോത്രം. ഏകാന്തത മാറി. ഇന്ന് ഞാൻ ഈ ആദ്യത്തെ അവസരത്തിൽ നിങ്ങളോട് പറയുകയാണ്, നിങ്ങളുടെ ഏകാന്തത മാറാനൊരു അവസരമുണ്ട്. ഇന്ന് നിങ്ങൾ വിശ്വസിക്കൂ, യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. വെറുതെ വീൺവാക്ക് പറയുകയല്ല, ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ വരാനിടയായത്. ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ ജീവൻ്റെ വചനം കേൾക്കാൻ ഇടയായത് നിസ്സാര കാര്യമല്ല. കർത്താവിന് സ്തോത്രം. യാതൊരു സ്ഥാപിത താല്പര്യമില്ലാതെ ദൈവത്തിൻ്റെ മഹത്വം മാത്രം ലാക്കാക്കി പ്രവർത്തിക്കുന്ന ഈ കൂട്ടായ്മയിലൊന്ന് വചനം കേൾക്കാൻ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നുള്ളതാണ്. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ എത്രയോ പേര് അവിടെ കൂട്ടായ്മയിൽ ഇരുന്നുണ്ട്. ആരോടെങ്കിലും 10 പൈസ ചോദിച്ചതായിട്ട് പറയാൻ പറ്റുമോ? സംഭാവന വാങ്ങിയതായിട്ട് പറയാൻ പറ്റുമോ? ദൈവത്തിന് സ്തോത്രം. ഇല്ല പ്രിയരെ, ഞങ്ങൾക്ക് ആ ലക്ഷ്യമില്ല, ആ ഉദ്ദേശമില്ല. വെറുതെയല്ല ഈ പറയുന്നത്. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടു, ഞാനത് പറയട്ടെ, ഇന്നും ക്ഷീണമാണെങ്കിലും പുറപ്പെടാൻ ധൈര്യപ്പെട്ട എന്തുകൊണ്ടെന്ന് അറിയാമോ?
എൻ്റെ കർത്താവിൻ്റെ കൃപ കൂടെയുള്ളതുകൊണ്ട്, എൻ്റെ കർത്താവിൻ്റെ കൃപ എന്നെ വലയം ചെയ്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പുറപ്പെട്ടിരിക്കുന്നു. എത്ര പേര് പറഞ്ഞാലും ഞാൻ മാറുകയില്ല. ഏതെല്ലാം പള്ളിക്കാർ പറഞ്ഞാലും ഞാൻ മാറുകയില്ല. കർത്താവിൻ്റെ വേലയിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല. കാരണം എനിക്ക് ജീവൻ തന്നത് യേശുവാണ്, എനിക്ക് സമാധാനം തന്നത് യേശുവാണ്, എനിക്ക് ഭാവി തന്നത് യേശുവാണ്, എൻ്റെ കുടുംബത്തെ രക്ഷിച്ച യേശുവാണ്, എൻ്റെ കുടുംബത്തിൻ്റെ അഴൽ മാറ്റി തന്നത് യേശുവാണ്, ദുഃഖം മാറ്റി തന്നത് യേശുവാണ്. യേശുവാണ് എനിക്ക് സമാധാനം തന്നത്, സമാധാന ജീവൻ തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 2000-ലേറെ വർഷം മുൻപ് അന്ന് പത്മോസ് ദ്വീപിൽ യോഹന്നാസ്ലീഹായ്ക്ക് ലഭിച്ചതുപോലത്തെ ഒരു ദൈവിക ദർശനം എനിക്ക് തരണമേ. നാഥ, നിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവമാക്കാൻ ഭാഗ്യം തരണമേ. യേശു എന്നെ കാണുന്നതെന്നും യേശു എന്നെ വിളിക്കുന്നതെന്നും യേശുവിനോട് സംസാരിക്കുന്നതെന്നും അറിയുവാൻ, അനുഭവിക്കാൻ എനിക്കൊരു ഭാഗ്യം തരണമേ. യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തി എൻ്റെ മേൽ ഇറങ്ങണമേ. വചനത്തിൻ്റെ ശക്തിയിൽ ഞാൻ എന്നെ തന്നെ മറന്നതിനെ സ്തുതിപ്പാൻ കൃപയുണ്ടാകണമേ. കർത്താവേ, എന്നെ തന്നെ മറക്കാനുള്ള കൃപ തരണമേ. എന്നെ തന്നെ മറക്കാൻ, ഭൂമിയിലുള്ള ദുരിതങ്ങളെല്ലാം മറക്കാൻ, എല്ലാ പ്രയാസങ്ങളും മറക്കാൻ, എല്ലാ പ്രശ്നങ്ങളും മറക്കാൻ കർത്താവേ, യേശു ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നതെന്ന് തിരിച്ചറിയാൻ എനിക്കൊരു കൃപ തരണമേ. നിങ്ങൾ പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ടവരെ. യേശു ക്രിസ്തുവിൻ്റെ അരികത്തേക്ക് വന്നിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. 2000-ലേറെ വർഷം മുൻപ് അന്ന് പത്മോസിൽ ആ യോഹന്നാസ്ലീഹായ്ക്ക് ധൈര്യം കൊടുത്ത യേശു ഇന്ന് നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, യേശു ഇപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെ അരികത്തേക്ക് വരും. നിങ്ങൾക്ക് ദർശിക്കാം, നിങ്ങൾക്ക് ഭാവനയിൽ കാണാം, നിങ്ങൾക്ക് ധ്യാനിക്കാം. യേശുവിൻ്റെ അരികിലേക്ക് വരുന്നത് എന്തുകൊണ്ട്? ഇനിമേൽ ഞാൻ പാപം ചെയ്യുകയില്ല. അതുകൊണ്ടാണ്. ഇനിമേൽ ഞാൻ പാപം ചെയ്യുകയില്ല, അക്കാര്യം ഉറപ്പാണ്. ആ ഉറപ്പ് നിങ്ങൾ കിട്ടിയോ? എന്നാൽ യേശുവിൻ്റെ അരികത്തേക്ക് വരും, സംശയിക്കേണ്ട. വന്നതെല്ലാം കർത്താവിൻ്റെ രക്തത്താൽ കഴുകിത്തരും. വന്നുപോയ പാപങ്ങൾ, ഏതെല്ലാം പാപങ്ങൾ വന്നുപോയെങ്കിലും, ഏതെല്ലാം ധിക്കാരപരമായ കാര്യങ്ങൾ വന്നുപോയെങ്കിലും, ഏതെല്ലാം അഹങ്കാരത്തിൻ്റെ കാര്യങ്ങൾ വന്നുപോയെങ്കിലും, മാതാപിതാക്കളെ ദുഃഖിപ്പിച്ച കാര്യങ്ങൾ വന്നുപോയെങ്കിലും, മാതാപിതാക്കളെ വേദനിപ്പിച്ച കാര്യങ്ങൾ വന്നുപോയെങ്കിലും എല്ലാം ക്ഷമിച്ചു തരാമെന്ന് പറയുന്നു. എല്ലാം ക്ഷമിച്ചു തരും. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ വീണ്ടും ആ കാര്യത്തിലേക്ക് പിന്നെയും വരികയാണ്. മാതാപിതാക്കളെ ദുഃഖിപ്പിക്കുന്ന അനേകരുണ്ട്. മാതാപിതാക്കളെ അനുസരിക്കാത്തവരുണ്ട്. അപ്പന് വിദ്യാഭ്യാസമില്ല, അപ്പന് പ്രായമായി, അമ്മയ്ക്ക് വിദ്യാഭ്യാസമില്ല, എനിക്കാണെങ്കിൽ ഡിഗ്രി ഉണ്ട്, എനിക്ക് ഫിസിക്സ് അറിയാം, കെമിസ്ട്രി അറിയാം, അല്ലെങ്കിൽ ബയോളജി അറിയാം, എനിക്ക് ബഹിരാകാശ യാത്രയെക്കുറിച്ചെല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അപ്പനെ നിന്ദിക്കാൻ തുടങ്ങിയാൽ മോനെ, നിനക്ക് അപകടമാണ്. അപ്പനെ പരിഹസിക്കരുത്, അമ്മയെ നിന്ദിക്കരുത്. അത് നിൻ്റെ ആയുസ് കുറച്ച് കളയും. ദൈവത്തിന് സ്തോത്രം. മനസ്സിലായോ? ആയുസ് കുറഞ്ഞു പോകും. നിസ്സാര കാര്യമല്ല ഞാൻ പറയുന്നത്. അപ്പനെയും അമ്മയെയും വേദനിപ്പിച്ചാൽ ആയുസ് കുറഞ്ഞു പോകും. ലേഖനം 6-1 വാക്യം വായിക്കാം. ആയുസ് കുറഞ്ഞു പോകും. അപ്പനെയും അമ്മയും നിന്ദിച്ചാൽ, അപ്പനെയും അമ്മയെ അനുസരിക്കാതെ പോയാൽ, അപ്പനെയും അമ്മയെയും ധിക്കരിച്ചാൽ ആയുസ് കുറഞ്ഞു പോകും. ദീർഘായുസ് കിട്ടുകയില്ല. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ. അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാവുന്നു. ആദ്യത്തെ കൽപ്പനയാണ്. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടെ ആദ്യ കൽപ്പനയാകുന്നു. നിനക്ക് ദീർഘായുസ് വേണമോ? അപ്പനെയും അമ്മയെ അനുസരിച്ച്, സ്നേഹിച്ച്, അവരെ ആദരിച്ച്, ഞാൻ പറയും അവരെ പൂജിച്ച് എന്നുള്ളത്. അവരുടെ ഉള്ളു വേദനിക്കേണ്ട വരുത്തരുത്, ഒരിക്കലും വേദനിക്കേണ്ട വരുത്തരുത്. നിന്നോട് വഴക്ക് പറഞ്ഞാൽ നീ കൂടുതൽ പാപം ചെയ്യുമല്ലോ എന്ന് ഓർത്ത് അവർ ചിലപ്പോൾ വഴക്ക് പറയുന്നുണ്ടാവില്ല, ശകാരിക്കുന്നുണ്ടാവില്ല. എന്നാൽ എല്ലാം കാണുന്നൊരു ദൈവമില്ലേ? നിൻ്റെ ആയുസ്സിന് കുറവ് വരും. എപ്പോഴോ നീ വിചാരിക്കാത്ത സമയത്ത് ചില രോഗങ്ങൾ നിന്നെ പിടികൂടും. എപ്പോഴോ നീ വിചാരിക്കാത്ത സമയത്ത് ചില അത്യാഹിതങ്ങൾ നിനക്ക് വരും, ചില ആക്സിഡൻസ് വരും. പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകേണ്ടി വരും. ഒന്നിലും അഭിമാനിച്ചു പോകരുത്, ഒന്നിലും പ്രശംസിച്ചു പോകരുത്. മാതാപിതാക്കളെ ബഹുമാനിക്കുക. സദൃശവാക്യങ്ങളുടെ പുസ്തകം 30-11 വാക്യം വായിക്കാം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 30-11 വാക്യം. അപ്പനെ ശപിക്കുകയും അമ്മയെ അനുഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു തലമുറ, തങ്ങൾക്ക് തന്നെ നിർമ്മലരായി തോന്നുന്നവരും അശുദ്ധി കഴുകിക്കളയാത്തവരുമായ ഒരു തലമുറ. തുടർന്ന് 13 വാക്യം. അയ്യോ, ഈ തലമുറയുടെ കണ്ണുകൾ എത്ര ഉയർന്നിരിക്കുന്നു! അഹങ്കാരം കൊണ്ട് ഉയർന്നിരിക്കുന്നു കണ്ണുകൾ. അവരുടെ കണ്ണിമകൾ എത്ര പൊങ്ങിയിരിക്കുന്നു! എളിയവരെ ഭൂമിയിൽ നിന്നും ദരിദ്രരെ മനുഷ്യരുടെ ഇടയിൽ നിന്നും തിന്നുകളവാൻ തക്കവണ്ണം മുമ്പല്ല് വാളായും അണപ്പല്ല് കത്തിയായും ഇരിക്കുന്ന ഒരു തലമുറ. മുൻപല്ല് വാളായും അണപ്പല്ല് കത്തിയായിരിക്കുന്നു. വാക്കെല്ലാം കത്തി കൊണ്ട് കീറുന്നത് പോലത്തെ വാക്കുകളാണ് അപ്പനോട് അമ്മയോട് പറയുന്നത്. കത്തി കൊണ്ട് കുത്തി മുറിവേൽപ്പിക്കുന്നത് പോലെ അപ്പനോട് അമ്മയോട് സംസാരിക്കുന്നു. പിന്നെ 17 വാക്യം വായിക്കും. അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിനെ, അപ്പനെ പരിഹസിക്കുകയും അമ്മയെ അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കണ്ണിനെ തോട്ടരികത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകിൻ കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യും. അഹങ്കാരം, അപ്പനോട് ധിക്കാരം, അമ്മയോട് ധിക്കാരം. ഒന്ന് ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ദയവായിട്ടൊന്ന് ചിന്തിക്കുമോ?
നിങ്ങൾ എപ്പോഴെങ്കിലും അപ്പൻ്റെയോ അമ്മയുടെയോ ഹൃദയത്തെ വേദനിപ്പിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നിങ്ങളുടെ സംസാരം കൊണ്ട്, നിങ്ങളുടെ പെരുമാറ്റം കൊണ്ട് എപ്പോഴെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടോ? അതോ അവരുടെ ഹൃദയത്തെ നിങ്ങൾ തണുപ്പിച്ചിട്ടുണ്ടോ? അവർക്കൊരു ആശ്വാസം കൊടുത്തിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഓർക്കുക, തോട്ടരത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴുകുകയും കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യുന്ന പറഞ്ഞെന്താണ്? പിശാചുക്കൾ എല്ലാം നശിപ്പിക്കും. തോട്ടരത്തെ കാക്ക കൊത്തിപ്പറിക്കുകയും കഴിയും കുഞ്ഞുങ്ങൾ തിന്നുകയും ചെയ്യുന്ന പറയുന്നത്, തോട്ടരത്തെ കാക്കയും കഴിയും കുഞ്ഞുങ്ങളെല്ലാം പിശാചിൻ്റെ ദുരാത്മാക്കളുടെ പ്രതീകമാണ്. ദുരാത്മാക്കൾ പിടികൂടും, നശിക്കും. ഓർക്കുക, ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾ ഈ പാവങ്ങളെല്ലാം വിട്ട് യേശുവിലേക്കും തിരിഞ്ഞാൽ തേജോമയനായ യേശുവിനെ കാണാം. തേജോമയനായ യേശുവിനെ കാണാം. പാവങ്ങൾ വിട്ട് തിരിയുക, ക്രിസ്തുവിലേക്ക് തിരിയുക, ഒരു പുതിയ ജീവിതം നിങ്ങൾ തുടങ്ങുക. ഒരു പുതിയ ജീവിതം. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒരു പുതിയ ജീവിതം വചനം പറയുന്നു. ഒരു ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, ഇതാ പുതുതായി തീർന്നിരിക്കുന്നു. ഇന്ന് 1 എന്ന് ആരംഭിക്കാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് താല്പര്യമുണ്ട്? ആരും കൈ ഉയർത്തണ്ട. 1 എന്ന് ആരംഭിക്കാൻ, പുതിയൊരു ജീവിതം തുടങ്ങാൻ, വിശുദ്ധിയുടെ ജീവിതം തുടങ്ങാൻ, അനുസരണത്തിൻ്റെ ജീവിതം തുടങ്ങാൻ, സംയമനത്തിൻ്റെ ജീവിതം തുടങ്ങാൻ, തന്നെ നിയന്ത്രിക്കുന്നതിൻ്റെ ജീവിതം തുടങ്ങാൻ ആർക്കെല്ലാം താല്പര്യമുണ്ട്? ഇതുവരെ വന്നതായ പാവങ്ങളെല്ലാം വിടുന്നു, മദ്യപാനം വിടുന്നു, ചീത്ത കൂട്ടുകെട്ട് വിടുന്നു, വെറുക്കൂത്തുകൾ വിടുന്നു, അശുദ്ധ ചിത്രങ്ങൾ വിടുന്നു, മലിന മോഹങ്ങൾ വിടുന്നു, അരുതാത്ത മ്ലേച്ഛ വികാരങ്ങൾ വിടുന്നു. വേണ്ട കർത്താവേ, എനിക്ക് വേണ്ട, എല്ലാ പാവവും ഞാൻ വിടുന്നു. നിങ്ങൾക്കങ്ങനെ ഇന്ന് 1 തീരുമാനിക്കാൻ പറ്റുമോ? ഇന്ന് 1-ാമത്തെ ദിവസമാക്കാൻ പറ്റുമോ? എങ്കിൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും, മക്കളും തലമുറയായി അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് അനുഗ്രഹം വേണ്ടേ? നിങ്ങളുടെ മക്കൾക്ക് അനുഗ്രഹം വേണ്ടേ? വേണമെങ്കിൽ നിങ്ങൾ ഇന്ന് ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് മുതൽ പുതിയ ജീവിതം നയിക്കുമെന്ന് നിങ്ങൾ തീരുമാനമുണ്ടെങ്കിൽ എങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കരങ്ങളെ ഉയർത്താം, ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിക്കാം. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് മുതൽ പുതിയ ജീവിതം നയിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കരങ്ങൾ ഉയർത്തിയാൽ മതി. നിങ്ങൾക്ക് വാസ്തവമായി ഇന്ന് മുതൽ യേശുവിന് വേണ്ടി ജീവിക്കുമെന്ന്, പാവം കൂടാതെ ജീവിക്കുമെന്ന്, ഒരു പാവം വരാതെ എന്നെ തന്നെ ഞാൻ സൂക്ഷിക്കുമെന്ന് നിങ്ങൾക്ക് തീരുമാനം ഉണ്ടെങ്കിൽ എങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൻ്റെ പദവി നിങ്ങൾക്ക് കിട്ടുകയാണ്. സ്വർഗ്ഗത്തിലേക്കുള്ള പ്രവേശനം നിങ്ങൾക്ക് കിട്ടുകയാണ്. ഏകാന്തത മാറിപ്പോവുകയാണ്. സ്വർഗ്ഗസേനകൾ നിങ്ങൾക്ക് അകമ്പടി സേവിക്കുകയാണ്. യഹോവയുടെ മഹത്വം പിൻപടയായി വരികയാണ്. ദൈവിക മഹത്വം നിങ്ങൾ പുറകെ വരികയാണ്. നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെയും നിങ്ങളെ പിന്തുടരുകയാണ്. ദീർഘകാലം ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുകയാണ്. അനുഗ്രഹങ്ങൾ പെരുകി വരികയാണ്. അങ്ങനെ നിങ്ങൾ തീരുമാനിക്കുന്നെങ്കിൽ, ഇന്ന് മുതൽ ഞാൻ പുതിയ സൃഷ്ടിയായി ജീവിക്കാൻ തീരുമാനിക്കുന്നെങ്കിൽ എങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തുവീൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ കൂടെ തന്നെ ഉള്ളതിനായി സ്തോത്രം. അടിയങ്ങളുടെ മധ്യത്തിലേക്ക് എഴുന്നള്ളിവരാൻ പ്രസാദിച്ചതിനായി സ്തോത്രം. നിൻ്റെ ഈ മക്കളെ തൊട്ടതിനായി സ്തോത്രം. തീരുമാനത്തോടെ കരങ്ങളിലൂടെ കയറി പിടിച്ചതിനായി സ്തോത്രം. അപ്പോൾ പുതിയ എണ്ണത്തിൻ്റെ അനുഭവത്തിൽ ജീവിപ്പാൻ മക്കൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. കർത്താവേ, അവിടുത്തെ 2-ാമത്തെ വരവിനുവേണ്ടി ഈ മക്കളെ എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ, പരിശുദ്ധന്മാർ പറന്നു ഉയരുമ്പോൾ ആ കൂടെ പറന്നു വരാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണ്ണമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.